സമസ്ത കേരള സുന്നി യുവജന സംഘം സ്റ്റേറ്റ് കമ്മിറ്റി പുറത്തിറക്കിയതാണ്. ഈ പുസ്തകത്തിൽ PK മുഹിയുദ്ദീൻ മുസ്ലിയാർ അണ്ടോണ വലിയ നേതാവാ, അയാളുടെ ഒരു ലേഖനുണ്ട്, ആരാണ് ഔലിയാക്കൾ. അതിലെന്താ പറയുന്നത്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അല്ല കാണുന്നത് പോലെ ഔലിയാക്കൾ കാണും, അല്ല കേൾക്കുന്നത് പോലെ ഔലിയാക്കൾ കേൾക്കും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. ഏതാ ഹദീസ്? ഒരാൾ നന്മകൾ പ്രവർത്തിച്ച് അള്ളാഹുമായി അടുത്താൽ, ഫർളുകൾക്ക് പുറമെ ഒരുപാട് സുന്നത്തുകൾ അനുഷ്ഠിച്ചാൽ അള്ളാഹുമായി കൂടുതൽ അടുക്കാൻ സാധിക്കും. അപ്പോൾ അവൻ കാണുന്ന കണ്ണ്, അള്ളാഹു പറയാണ്, അവന്റെ കണ്ണ് ഞാനാകും, അവന്റെ കാത് ഞാനാകും, അവന്റെ കൈ ഞാനാകും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ആലങ്കാരികമായ അർത്ഥത്തിൽ കിനായത്തായിട്ട് പറഞ്ഞതാണ് എന്ന് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അനുവദിച്ചതേ പിന്നെ അയാൾ കാണൂ, അതിലേക്ക് അവൾ നോക്കൂ. അള്ളാഹു അനുവദിച്ചതേ അയാൾ കേൾക്കൂ. അതുപോലെ അള്ളാഹു അനുവദിച്ചതിലേക്ക് അയാൾ നടന്നു പോകൂ. അള്ളാഹു അനുവദിച്ചതേ അയാൾ തൊടൂ. ഇങ്ങനെ വളരെ സൂക്ഷ്മതയും തഖ്വയുമുള്ള ആളായിരിക്കും എന്ന് പറഞ്ഞതിന് എന്താക്കി? അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുകയാണ് സുഹൃത്തുക്കളെ CM സ്മരണികയിലൂടെ ഇവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജീലാൻ സപ്ലിമെന്റ്, ഷെയ്ഖ് ജീലാനിയെ കുറിച്ചൊരു സപ്ലിമെന്റ് എഴുതി. ആ സപ്ലിമെന്റിൽ ഈ മുഹിയുദ്ദീൻ കുഴിപ്പുറം, മുഹിയുദ്ദീൻ സഅദി കുഴിപ്പുറം എഴുതാണ്, വഹാബി വിമർശനത്തിന്റെ പൊരുൾ തേടി കൊണ്ടോട്ടി സംവാദത്തിൽ നമ്മളുമായി വാദപ്രതിവാദം നടത്താൻ വന്ന ആളയാള്. അതെന്താ എഴുതുന്നത്? ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, ബുഖാരിയുടെ ഹദീസ് എടുത്തു കൊടുത്തിട്ട് പറയാണ്, ഈ ഹദീസിൽ കാത് ഞാനാകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവന്റെ കാതിന്റെ സ്ഥാനത്ത് അല്ലാഹു തആലയാണ് എന്നല്ലല്ലോ, അത് അസംഭവ്യമാണ്. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കുമെന്നതാണ്. കണ്ടോ? സ്ഥലത്തിന് ശബ്ദത്തിന്റെ ഒന്നും വ്യത്യാസമല്ല. ഏത് സ്ഥലത്ത് നിന്ന് വിളിച്ചാലും, എത്ര ശബ്ദം കൂട്ടി വിളിച്ചാലും കുറച്ച് വിളിച്ചാലും കേൾക്കുമെന്നാണ്. മാത്രല്ല, അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും. എവിടെ എത്തിപ്പോ? മുജാഹിദ് പ്രസ്ഥാനം ഇത്ര ശക്തിയായി ഇവിടെ തൗഹീദ് പ്രചരിപ്പിച്ചിട്ടും ഈ പേരോടും കൂട്ടരും ഈ ശിർക്കിലേക്ക് മുസ്ലിമീങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. സുലൈമാൻ സഖാഫി മാളിയക്കൽ ഇവരുടെ അസ്സന്ന ബുക്സ് വെട്ടിച്ചിറ പുറത്തിറക്കിയതാണ്. അതിൽ അദ്ദേഹം വ്യക്തമായി എഴുതുന്നു, 10ാമത്തെ പേജിൽ, അള്ളാഹുവിനെ പോലെ കാണുമെന്നോ കേൾക്കുമെന്നോ ഒരു വലിയനെ കുറിച്ച് പറയുന്നത് ശിർക്കാവുകയില്ല. എങ്ങനെയുണ്ട്? ഒരു വലിയനെ കുറിച്ച് അല്ല കാണുന്ന പോലെ കാണും, അല്ല കേൾക്കുന്ന പോലെ കേൾക്കും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ല. എന്താണ് ഖുറാഫികളെ നിങ്ങളുടെ തൗഹീദ്? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ് എന്ന് പറഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹു പഠിപ്പിച്ചില്ലേ? അതിലെന്താ പറഞ്ഞത്? അല്ലാഹു അഹദാണ്. അതിന് പണ്ട് മുതൽക്കേ പള്ളി ദർസിൽ ഓതുന്ന ആളുകൾക്ക് അർത്ഥം പഠിച്ചിട്ടുള്ള എന്താ? ഫീ ദാത്തിഹി വസിഫാത്തിഹി വഅഫ്ആലിഹി, അല്ലാഹുവിന്റെ ദാത്തിൽ ഏകനാണ്, സിഫാത്തുകളിൽ ഏകനാണ്. അള്ളാഹുവിന്റെ കാഴ്ച പോലെ കാഴ്ച ഉണ്ടെന്ന് പറയാൻ പാടില്ല, അള്ളാഹുവിന്റെ കേൾവി പോലെ കേൾവി ഒരാൾ സൃഷ്ടിക്കുണ്ടെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് വ്യക്തമായ ശിർക്കാണ് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ അദ്ദേഹം എഡിറ്റ് ചെയ്ത പുസ്തകത്തിൽ അഹ്ലുസുന്ന ഒരു ദാർശനിക പഠനം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. തൗഹീദിന്റെ യാഥാർത്ഥ്യം അള്ളാഹുവിന്റെ ഏകത്വമാണെന്ന് ഇതിൽ നിന്ന് സുതരാൻ വ്യക്തമാകുന്നു. അദ്ദേഹം പറയാണ്, പൂർണാർത്ഥത്തിൽ ഏകത്വം നിർബന്ധമാവണമെങ്കിൽ അത് ദാത്തിൽ മാത്രം പരിമിതപ്പെടുത്തുന്നതിനാൽ ഉണ്ടാവില്ല. അള്ളാഹുവിനെ പോലെ ഒരു ദാത്തില്ല എന്ന് വിശ്വസിച്ചാൽ മാത്രം തൗഹീദാവോ? തൗഹീദാവൂല. അതായത് അള്ളാഹുവിന്റെ ദാത്ത് പോലെ മറ്റൊരു ദാത്തുമില്ലെന്ന വിശ്വാസം തൗഹീദിന്റെ അന്തിമ രൂപമല്ല. അതോടൊപ്പം വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അള്ളാഹു ഏകനാണെന്നത് അതിന്റെ അനുപേക്ഷണീയമായ ജൈവ ഘടകമാണ്. അപ്പൊ അള്ളാഹിന്റെ വിശേഷണങ്ങളും സൃഷ്ടികളിൽ ആർക്കുമില്ല എന്ന് വിശ്വസിക്കണം. എന്നിട്ട് പറയണം, ഒന്നുകൂടി വിശദീകരിച്ചാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ പോലെ മറ്റൊരു സൃഷ്ടിക്ക് പ്രവർത്തിക്കാനാകും, അവന്റെ വിശേഷങ്ങൾ പോലെ മറ്റാർക്കെങ്കിലും ഉണ്ടാകും എന്ന വിശ്വാസം ദാത്തിൽ ഏകത്വം കരുതിയാൽ പോലും ശിർക്കാണാവുക. അപ്പൊ അള്ളാഹിനെ പോലെ അല്ലല്ലാതെ വിശ്വസിച്ചു, പക്ഷേ അള്ളാഹിന്റെ സിഫത്ത് പോലത്തെ സിഫത്ത് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും എന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. പക്ഷെ ശിഷ്യൻ പറയുന്നതോ അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കാവൂല എന്നാണ്. ഇതിലേതാണ് സത്യം? ഏതാണ് സത്യം? അല്ല കാണുന്ന പോലെ കാണും, അല്ല കേൾക്കുന്ന പോലെ കേൾക്കുമെന്ന് പച്ചയായി എഴുതി അത് ശിർക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് പുത്തൻ കൂറ്റുകാർ ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് ശിർക്കിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ സുഹൃത്തുക്കളെ, തൗഹീദിന്റെ മാർഗത്തിൽ നിന്നും അങ്ങേയറ്റം വ്യതിചലിച്ചു പോയി. ജനങ്ങൾ ചെയ്യുന്ന ശിർക്കിനെ വെള്ളപൂശിക്കൊണ്ട്, ശിർക്കിനെ ന്യായീകരിച്ചുകൊണ്ട്, അതിനുവേണ്ടി ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാര് മുന്നോട്ട് പോവുകയാണ്. ഒരു മുസ്ലിയാര് CK മുഹമ്മദ് ബാഖവി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ, ആ മുസ്ലിയാർ എന്താ പറഞ്ഞെന്നറിയോ? മനുഷ്യന്റെ അറിവിന് അള്ളാഹുവിന്റേതുപോലെ പരിധിയും മറയുമില്ല. ബൾബ് ഫി തവസ്സുൽ വൽ ഇസ്തിഗാസ. വേറെ പുസ്തകത്തിന്റെ പേര് ബൾബ്, ബോംബ് എന്നൊക്കെയാണ്. നമുക്കിതില്ല. CK മുഹമ്മദ് ബാഖവി എഴുതിയതാ. എന്താ പറഞ്ഞ? അള്ളാഹുവിന്റെ, കാരണം അള്ള കൊടുക്കുന്ന അറിവാണല്ലോ, അള്ളാന്റെ അറിവിൽ നിന്ന് വിതരണം ചെയ്യുന്ന അറിവാ മനുഷ്യന്റെ അറിവ്. അപ്പൊ അള്ളാന്റെ അറിവിന് പരിധിയില്ലെങ്കിൽ മനുഷ്യന്റെ അറിവിനും പരിധിയും മറയുമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ എഴുതുകയാണ്. കുത്തുബിയ്യത്ത് പരിഭാഷയും വിശദീകരണവും പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന AP ഗ്രൂപ്പിന്റെ നേതാവാണ്. ഇയാളുടെ ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞ നിങ്ങള്? യാ ഖുത്ബ അഹ്ലി സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ. ഖുത്ബിയ്യത്ത് സദഖത്തുല്ലാഹിൽ കാഹിരി, കുതിരപ്പട്ടാണി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് CK അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞാൽ കേട്ടോ, ആ കുതിരപ്പട്ടാണി എഴുതിയതാ. ആകാശഭൂമിയുടെ ഖുതുബും ബ്രാക്കറ്റിൽ കേന്ദ്രബിന്ദു ഗൗസുമായ മഹാനവറുകളെ, ആകാശ ലോകത്തും ഭൂമി ലോകത്തും ഉള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ. ആരെയാണ് വിളിക്കുന്നത്? ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മഴയും അരുവികളൊക്കെ ഒഴുക്കുന്നത് അദ്ദേഹമാണ്. ഇതിനും വലിയ ശിർക്ക് വേറുണ്ടോ? ഏറ്റവും വലിയ ശിർക്ക് ലോകത്ത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് കടകവിരുദ്ധമായ ആശയങ്ങൾ യാതൊരു മടിയും കൂടാതെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.